ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2026 ജൂലൈ 31 ഡസ്റ്റിൻ ഡാനിയൽ ക്രിട്ടൻ്റെ സംവിധാനത്തിൽ തിയേറ്റർ വഴി പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സോണി മാർവലും കൂടി നിർമ്മിച്ച ചിത്രം കൂടിയാണ്. സിനിമ ഞാൻ തിയേറ്ററിൽ ചെന്ന് കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര വലിയ ഗംഭീര സിനിമ അല്ല, ഇവിടെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സ്പൈഡർമാൻ നോ വേ ഹോം പ്രതീക്ഷ ഒരിക്കലും പോകരുത്. നോ വേ ഹോമിന് ശേഷം നടക്കുന്ന കഥകളാണ് പറഞ്ഞു പോകുന്നത്. സ്പൈഡർമാനെ എല്ലാവർക്കും അറിയാം. പീറ്റർ പാർക്കർ ആരാണെന്ന് എല്ലാവർക്കും അറിയത്തില്ല. എല്ലാവരും മറന്നുപോയി. ആ മൾട്ടിവേഴ്സിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെല്ലിട്ടതിന് ശേഷം സ്പൈഡർമാനെ അറിയാം, പക്ഷേ പീറ്റർ പാർക്കറാണെന്ന് അറിവിടാം. എല്ലാവരും അങ്ങ് മറന്നുപോയി. അതിനുശേഷം നടക്കുന്ന ഒരുപാട് ഡിപ്രഷനൊക്കെ അടിച്ച് പുള്ളിക്കാരെ പോകുന്നു. പിന്നെ ഓർഗാനിക് വെബ് കിട്ടുന്നു അദ്ദേഹത്തിന്. ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് വേറെ ലെവലാണ്. അത്യാവശ്യം പറയുന്നത് നല്ല വലിയ തിയേറ്റർ ചെന്ന് തന്നെ കണ്ടോളൂ. വലിയ സ്ക്രീനുള്ള നല്ല സൗണ്ടുള്ള തിയേറ്റർ ചൂസ് ചെയ്ത് കാണേണ്ട സിനിമയാണ് സ്പൈഡർമാൻ. വിഷ്വൽ എഫക്ട്സൊക്കെ കിട്ടില്ല സാധനം. ഏകദേശം 2100 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇപ്പം തന്നെ 1 ബില്യൺ ക്രോസ് ചെയ്തത്. എന്ന് വെച്ചാൽ 1980 കോടിക്ക് മേളിൽ സിനിമ കളക്ട് ചെയ്ത്. അത് ഇതുവരെയുള്ള കളക്ഷനാണ്. ഇനി അതിന് മേളിൽ പോകും. അതുമാത്രമല്ല, ഒരു ഇന്ത്യയിൽ വന്ന് തൂക്കി ബോക്സ് ഓഫീസ് വെച്ചൊരു സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ഏകദേശം 533 കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത് ഒരു സിനിമ, ഒരു ഹോളിവുഡ് സിനിമ. കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 33 കോടിക്ക് മേളിൽ കളക്ട് ചെയ്തേക്കും. അപ്പം ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് തന്നെ പറയട്ടിരിക്കുന്നു ബോക്സ് ഓഫീസിൽ. നമ്മുടെ ഈ ക്രിസ്റ്റഫർ ഒഡീസി തന്നെ ഇപ്പോഴാണ് ഏകദേശം 1 ബില്യൺ ആയത്. ഇത് ഫാസ്റ്റസ്റ്റ് 1 ബില്യൺ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സത്യം പറയാമല്ലോ, കിട്ടില്ല. അത്രയ്ക്ക് നല്ല ബോക്സ് ഓഫീസിൽ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പണിഷറും സ്പൈഡർമാനും തമ്മിലുള്ള കണക്ഷൻ എല്ലാം ഹെവിയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. നല്ല ചിരിച്ച് മരിക്കാം. അത്രയ്ക്ക് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത് കിട്ടിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന് ഒന്നാമത്തെ കാര്യം ഗ്യാരണ്ടായിരുന്നു. സ്പൈഡർമാൻ സിനിമ മാത്രം ആയതുകൊണ്ടല്ല, ഇതിൽ ഹൾക്കിനെ എത്രയേ വർഷം ശേഷം എന്ന് വെച്ചാൽ ഏജ് ഓഫ് അൾട്രോണിന് കണ്ട ഹൾക്കിനെ ഇതിൽ കണ്ടായിരുന്നു. ഹൾക്കിനെ കോമാളയാക്കിയിട്ടില്ല. ഹൾക്കിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം കിട്ടിലായിരുന്നു. സത്യം പറയുമല്ലോ. കാരണം വെച്ചാൽ ഇതാണ് ഹൾക്കിന് വേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടു കാണും. ഹൾക്കിൻ്റെ കെട്ടിടത്തിൻ്റെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് അത്ര ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഹൾക്കെന്ന് വെച്ചാൽ ആങ്കർ കയറുന്നതും പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത്യാവശ്യം നല്ല ആങ്കറായിരുന്നു. എങ്ങനെയായിരുന്നു അത്രയും ഒരു ഹൾക്കെന്ന് പറയുന്ന ഒരു ഫ്ലാറ്റ് ഒരു മലയിൽ നിന്ന് ഒന്നും അല്ലാത്തതാണ് ചുവന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, മൊണ്ണയാക്കി കളഞ്ഞില്ല, കിട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹൾക്ക് ഫാനായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോ ബാനർ നോ ഗേൾ ഒള്ളി ഹൾക്ക് എന്ന് പറയുന്ന ഡയലോഗുകൾ തിയേറ്ററൊന്ന് കൂലിങ്. സത്യം പറയാമല്ലോ, ആ ഹൾക്കിൻ്റെ പവർ എന്താണെന്ന് ഈ സംവിധായകനും വന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഷാൻഷിയുടെ സംവിധായകനാണ്, അദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ സ്റ്റണ്ട് വർക്ക് എല്ലാം കിടലുമാണ്. ആ വലയൊക്കെ അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എല്ലാം ഹെവി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. സാഡി സിംഗിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതും കിടിലായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൊണ്ട് ഒരു കിടില സിനിമ. പിന്നെ ലാസ്റ്റ് ഉണ്ട് സ്പൈഡർമാൻ റിട്ടേൺ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് ഡൂംസ്ഡേയിലോ സീക്രട്ട് വാർസിലോ ഒന്നും പറഞ്ഞിട്ടില്ല. വിൽ റിട്ടേൺ. അപ്പോൾ എവിടെ നിന്നോ വരാതെ ഇരിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്ത് ഡിസംബറിൽ കാണാം ഡൂംസ്ഡേയുടെ ഇതായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, പക്ഷേ അത്ര പീക്ക് സിനിമയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്പൈഡർമാൻ എന്ന നിലയിൽ ആരെ ആശ്രയിക്കാതെ സ്പൈഡർമാൻ്റെ ജോലി ചെയ്തു, അത്ര തന്നെ. താങ്ക്സ്.